ഹായ്, നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സരിത, ഫിനാൻഷ്യൽ മേഖലയിൽ കഴിഞ്ഞ 25 വർഷമായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യേണ്ട ഒരു ആവശ്യകതയെ പറ്റിയിട്ടാണ്. അല്ലേ? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മളുടെ പലരുടെയും ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യലോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഫണ്ട് നീക്കി വെക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നില്ല ആ കാലഘട്ടം. അന്ന് നമ്മളുടെ ചുറ്റും വീടിനടുത്ത് തന്നെ ധാരാളം പ്രൈമറി സ്കൂളുകളും ഹൈസ്കൂളുകളും അല്ലെങ്കിൽ കോളേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു വിദ്യാഭ്യാസം എന്നതായിരുന്നു നമ്മളുടെ പാരൻസിൻ്റെയൊക്കെ ഒരു സ്വപ്നം. അപ്പം അതുകൊണ്ട് നമ്മളൊരു വിദ്യാഭ്യാസം ഒന്നും വലിയ കാര്യമായിട്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു കാര്യമായിട്ട് മാറി. കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ബാധിച്ച 2 മേഖലകൾ, ഒന്ന് ആരോഗ്യ മേഖലയും ഒന്ന് വിദ്യാഭ്യാസ മേഖലയുമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം വരുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യകത നമ്മളുടെ ഓരോ വർഷം തോറും നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 10 ലക്ഷം കൊണ്ട് നമുക്കൊരു ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ ആ തുക നമുക്ക് നേരെ ഇരട്ടിയായിട്ട് മാറുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഒരു 18 വയസ്സ് തുടങ്ങുന്ന സമയത്ത് ഇന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ 3 ഇരട്ടിയെങ്കിലും നമ്മൾ ആ സമയമാവുമ്പോൾ നമുക്ക് ചെലവ് വരും എന്നുള്ളത് കൊണ്ട് നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് നമുക്കില്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം. പിന്നീട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ, അതായത് ഒരു കുട്ടി ജനിച്ച ഉടനെയോ അതല്ലെങ്കിൽ ഒരു വയസ്സിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത 20 വർഷക്കാലം നമ്മളുടെ മുന്നിലുള്ളത് കൊണ്ട് ചെറിയ തുകകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വലിയൊരു തുകയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത് ഏർലി പ്ലാനിങ് ആണ്. ഏർലി പ്ലാനിങ് ആകുമ്പോൾ നമുക്ക് ചെറിയ സ്മാൾ എമൗണ്ടുകൾ അല്ലെങ്കിൽ ചെറിയ എമൗണ്ടുകൾ ഓരോ വർഷവും നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ 20 വർഷത്തെ അതല്ലെങ്കിൽ 18 വർഷത്തെ ആനുകൂല്യങ്ങൾ അതിൽ ചേരുന്ന സമയത്ത് ആ ഒരു തുക വലിയൊരു തുകയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധാരാളം അവരുടെ ബർത്ത്ഡേയ്സ് ഒക്കെ നമ്മൾ ഗംഭീരമായിട്ട് കഴിക്കാറുണ്ട്, അവർക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന തുകകളെല്ലാം അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടേ അല്ലാതായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. പിന്നെ രണ്ടാമത്തത്, ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മോള് അവരെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു മോള് പഠിച്ചത് MBBS ആണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 2013 മോള് പഠിക്കാൻ കയറിയത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മെഡിക്കൽ കോളേജുകൾ, അത് കഴിഞ്ഞ് കുറച്ച് സെൽഫ് ഫിനാൻസ് കോളേജുകൾ, അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ കോട്ടയിൽ കുറച്ച് സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെയുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ഒരു വർഷത്തിൽ മിനിമം അന്നത്തെ ഫീസ് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. അപ്പം നമുക്ക് അത് വലിയൊരു തുകയാണ്. ഓരോ കൊല്ലം നമുക്ക് ഈ എമൗണ്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത് അടച്ചു കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത വർഷത്തെ ഫീസ് വരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 വർഷം മുമ്പേ നമ്മൾ ഇങ്ങനൊരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിക്ഷേപ പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്ന് ധാരാളം ലോൺ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വിദ്യാഭ്യാസം ഒരു അഡ്മിഷൻ നമുക്ക് കിട്ടി, അപ്പോൾ നമുക്ക് അതിനൊരു തുക നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ബാങ്കിനെ സമീപിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള രേഖകൾ ഉണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് ലോൺ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നു. പക്ഷേ പഠിത്തം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ആദ്യത്തെ 4-5 വർഷം നമുക്ക് തിരിച്ചടവില്ലെങ്കിലും
അടുത്ത വർഷങ്ങളിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം നേരെ ഇരട്ടിയായിട്ട് മാറും. നമ്മൾ 10 ലക്ഷം രൂപയാണ് ലോൺ എടുത്തതെങ്കിൽ നമ്മൾ റീപേയ്മെൻറ്റിൻ്റെ കാലം വരുമ്പോഴത്തേക്ക് തന്നെ അത് വളരെ പെട്ടെന്ന് 20-25 ലക്ഷമായിട്ട് മാറാൻ പോകും. അപ്പോൾ നമ്മളുടെ കുട്ടി ഒരു ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ വലിയൊരു കടത്തിൻ്റെ ഉടമയായിട്ടാണ് മാറുക. അപ്പോൾ അവർക്ക് അവരുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷനോ ഫ്യൂച്ചർ പ്ലാനിങ്ങോ ഒന്നും ആലോചിക്കാനോ ചെയ്യാനോ പറ്റാതെ അവർ ഒരു പക്ഷേ ചിലപ്പോൾ കിട്ടിയ ഒരു ജോലിക്ക് പോയിട്ട് ലോൺ അടച്ചു തീർക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരും എന്ന് മുൻകൂട്ടി അറിയുമെന്നുള്ളത് കൊണ്ട് ചെറിയ തുകകൾ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു വിദ്യാഭ്യാസ പ്ലാനുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഒരു വലിയ ബാധ്യത ഒഴിവാകും. കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ മാത്രം ബാധ്യതയല്ല, പേരൻസിൻ്റെ കൂടി അത് ബാധ്യത, പേരൻസിന് കൂടി അത് വലിയൊരു സ്ട്രെസ്സായിരിക്കും. പല പെൺകുട്ടികൾക്കും വലിയ വിദ്യാഭ്യാസ ലോണുകൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് വിവാഹം മാറിപ്പോയ പല കഥകളും നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അവളുടെ കൂടെ തന്നെ 10-20 ലക്ഷം രൂപ ലോണിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ ചിലപ്പോൾ സാധാരണ ഒരു വരനോ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളോ ഒരുപക്ഷെ തയ്യാറാവില്ല. അതേപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യം വന്നു കഴിഞ്ഞാലും ഈ ബാധ്യതകളുടെ ഇടയിൽ വേറൊരു ബാധ്യതയും കൂടി വരുത്തി വയ്ക്കാൻ ഒരുപക്ഷെ ചിലപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ചെറിയ വരുമാനമായിരിക്കും. ആ വരുമാനം കൊണ്ട് വിദ്യാഭ്യാസ ലോൺ അടച്ചു തീർക്കണം. അത് കഴിഞ്ഞ് വലിയൊരു ചിലവ് വിവാഹത്തിനെ തുടർന്നുണ്ടാകുന്ന ചിലവുകൾ എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്ട്രെസ്സായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് ആണ് നമ്മളെപ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ നേരത്തെ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിൽ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം പ്ലാൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് പെൺകുട്ടിയാണെങ്കിൽ അവരുടെ പേർക്ക് പല പദ്ധതികളും സുകന്യ സമൃദ്ധി പോലെയുള്ള പല പദ്ധതികളും നമുക്ക് നടപ്പാക്കാൻ പറ്റും. അതേപോലെ തന്നെ SIP-കൾ നമുക്ക് കുട്ടികളുടെ പേരിൽ നടപ്പാക്കാനായിട്ട് സാധിക്കും. അതും വളരെയധികം ആളുകൾ ചെയ്യാറുള്ളതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഈ പ്ലാന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതല്ല, നമുക്ക് ഇതേപോലെയുള്ള 10-15 വർഷം കഴിഞ്ഞ് വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫണ്ടാണത്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കുട്ടിയുടെ 1-ാം പിറന്നാളിനോ 2-ാം പിറന്നാളിന് ഒക്കെ ഓരോ തുകകൾ ഒരുമിച്ച് കുട്ടികളുടെ പേരിൽ നമ്മൾ ലോങ് ടേം ഡെപ്പോസിറ്റുകൾ ചെയ്യുകയാണെങ്കിൽ അവർ വളരുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഒരു ഫണ്ടായിട്ട് അത് വളരുന്നു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എൻഡോമെൻറ്റ് പ്ലാൻസ് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അധികമായിട്ട് ചെയ്യാറുള്ളത്. എൻഡോമെൻറ്റ് പ്ലാൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ വ്യത്യാസം, എൻഡോമെൻറ്റ് പ്ലാൻസ് ഒക്കെ അധികം LIC-യിലാണ് അധികം നടപ്പാക്കാറുള്ളത്. അപ്പോൾ എൻഡോമെൻറ്റ് പ്ലാനുകൾ അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്ലാനുകൾ നമ്മൾ ഇൻഷുറൻസിൽ ചെയ്യുമ്പോൾ മറ്റ് സേവിങ്സിൽ ചെയ്യുന്നതിനേക്കാട്ടിലും ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പേരൻറ്റിന് ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടും എന്നുള്ളതാണ്. കുട്ടിയുടെ പേരിലാണ് ഈ പദ്ധതി നമ്മൾ ആരംഭിക്കുമ്പോൾ കുട്ടിയുടെ അച്ഛന് ആ ഒരു പോളിസിയുടെ കാലാവധി വരേക്ക് കുട്ടിയുടെ അച്ഛന് ഒരു ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. അപ്പോൾ മറ്റുള്ള ഇടത്താണെങ്കിൽ അവിടെ ഇൻഷുറൻസ് കവറേജ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല. അവിടെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലോങ് ടേം പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വന്നു എന്നുള്ള ഒരു ബെനിഫിറ്റാണ് അവിടെ വരുന്നത്. അത് നേരെ മറിച്ച് ഇൻഷുറൻസ് കമ്പനികളിൽ അല്ലെങ്കിൽ LIC പോലുള്ള കമ്പനികളിൽ ചിൽഡ്രൻസ് പ്ലാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ പേരൻറ്റിന് ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇപ്പം നമ്മളുടെ വരുമാനം ആശ്രയിച്ചിട്ടാണ് നമ്മളുടെ ഫാമിലി മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിക്കുക. നമ്മളുടെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് പല സംഭവങ്ങളും നമുക്ക് സംഭവിച്ചു എന്നും ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് നിക്ഷേപമാണെങ്കിൽ എത്ര രൂപ നമ്മൾ അടച്ചു, എത്ര കാലം വരെ അടച്ചു, അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് ഇപ്പോൾ സുകന്യ സമൃദ്ധി പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് പറയുമ്പോൾ ഏകദേശം 7% തൊട്ട് 8% വരെയൊക്കെയാണ്.
അപ്പോൾ ആ എത്ര രൂപ നമ്മൾ അടച്ചു, എത്ര വർഷം നമ്മൾ അടച്ചു എന്നതിനെ ബാധകമാക്കി ആ പൈസ നമുക്ക് തിരികെ കിട്ടുന്നു. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും അന്ന് മാർക്കറ്റിൽ നമ്മളുടെ തുക എത്ര രൂപയായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏത് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിചാരിതമായിട്ട് രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിച്ചു, അതല്ലെങ്കിൽ ഇൻകം ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ നിക്ഷേപിച്ചത് അത് എത്ര രൂപയായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് തിരികെ കിട്ടുന്നു എന്നുള്ളതാണ്. എന്നാൽ നേരെ മറിച്ച് LICയിലാണ് നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, പാരന്റിന് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അവിചാരിതമായ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ഡിസബിലിറ്റി ബെനിഫിറ്റ് എന്നുള്ള ഒരു ബെനിഫിറ്റ് അവിടെ വരുന്നു. പിന്നെ നമുക്ക് ഈ പോളിസിയിലെ ഇപ്പം നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഒരു ചിൽഡ്രൻസ് പ്ലാൻ, ഒരു ലക്ഷ്യ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ പ്ലാൻ ആണെങ്കിൽ അതിൻ്റെ 10% തുക എല്ലാ വർഷവും ഈ കുഞ്ഞിന് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ പഠിത്തത്തിനോ അതല്ലെങ്കിൽ ബാക്കി അവൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടിയിട്ട് എല്ലാ വർഷവും 10% തുക ഈ കുടുംബത്തിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു 5-6 വർഷം കഴിഞ്ഞ് ഒരു പാരൻറ്റിന് എന്തെങ്കിലും ഒരു പാരാലിസിസ് വന്നു അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സാഹചര്യം വന്നു എന്ന് പറയുകയാണെങ്കിൽ പ്രീമിയം അവിടെ വെച്ച് നിർത്തുകയും അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ വർഷവും 10% തുക വെച്ചിട്ട് ഈ കുഞ്ഞിന് പോളിസിയുടെ കാലാവധി എത്തുന്നത് വരെ കൊടുക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ കാലാവധി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമ്മർഷയുടെ അല്ലെങ്കിൽ നമ്മൾ എത്ര ലക്ഷം രൂപയുടെ പോളിസിയാണോ നമ്മൾ ചേർന്നിരിക്കുന്നത് ആ തുക ഒരു പൈസയുടെയും കുറവ് വരുത്താതെ നമുക്ക് ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ SIPകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും പിന്നെ അതേപോലെ സുകന്യ സമൃദ്ധി തുടങ്ങിയ പദ്ധതികളും അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ SIP പോലെയുള്ള പദ്ധതികളൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. അതല്ല നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് എന്തായാലും വേണം. കാരണം ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു 10-20 വർഷക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലി പ്രൊട്ടക്ഷൻ നമുക്ക് വളരെ മസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഓരോ കുടുംബത്തിനും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഓരോ ആളുകളുടെയും ആവശ്യത്തിനും അവരുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനും അനുസരിച്ചിട്ടുള്ള പദ്ധതികൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ SIPകൾ മ്യൂച്വൽ ഫണ്ടുകൾ വളരെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഈ പ്ലാനുകളെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന പദ്ധതികൾ അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ലാഭം, മാർക്കറ്റിലെ ലാഭം നമുക്ക് കിട്ടാവുന്ന SIPകൾ, അതേപോലെ തന്നെ സുകന്യ സമൃദ്ധിയിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ, ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് അതായത് ഒരു 10,000 രൂപ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ പോർഷൻ ഒരു 50% ഇൻഷുറൻസും അതിൽ അതേപോലെ തന്നെ ചൈൽഡ് എഡ്യൂക്കേഷനും ചേർന്നിട്ടുള്ള പദ്ധതികൾ, 25% എമൗണ്ട് മ്യൂച്വൽ ഫണ്ട്, 25% എമൗണ്ട് SIP ഈ പ്ലാനുകളെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അതായത് നമ്മളുടെ ഒരു കുഞ്ഞിന് 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന് അവൻ്റെ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നാളെ വലിയൊരു കടബാധ്യതയുമായിട്ട് അവൻ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മളുടെ ഒരു സ്വപ്നവും കൂടിയാണ് അവൻ്റെ വളർച്ച. അപ്പോൾ ഒരുപാട് പൈസ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ പ്ലാനും നമ്മൾ വളരെ നേരത്തെ തന്നെ തുടങ്ങുകയും അത് നല്ല ഗവൺമെൻറ് സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പല സ്ഥാപനങ്ങളും നമുക്കുണ്ട്. പല സ്ഥാപനങ്ങളിലും നമുക്ക് എന്താ പറയുക സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. ഷെയർ മാർക്കറ്റ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അവിടെ നമ്മളുടെ എമൗണ്ട് മാർക്കറ്റിലുള്ള ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ബാധകമാണ്. അപ്പോൾ പിന്നെ ഒരു പക്ഷേ നമ്മളുടെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ കാലം കഴിയുന്ന ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് എങ്ങനെയാണ് എന്ന് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട്
നമുക്ക് ഏറ്റവും നല്ല ഒരു സജഷൻ എന്ന് പറയുന്നത് എൻഡോമെൻറ്റ് പ്ലാനുകളും SIP മ്യൂച്വൽ ഫണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ കുട്ടിയുടെ പേർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന പദ്ധതികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെച്യൂരിറ്റി എമൗണ്ട് ടാക്സബിൾ അല്ലാതെ ഇപ്പോൾ നമുക്കൊരു 50 ലക്ഷം രൂപ നമുക്ക് മെച്യൂരിറ്റി കിട്ടുകയാണെങ്കിൽ വേറൊരു സ്ഥലത്തു നിന്നാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് പല സ്ഥലത്ത് അതായത് പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും SIP ആണെങ്കിലും നമുക്കത് ആ എമൗണ്ട് ടാക്സബിൾ ആണ്. എൻഡോമെൻറ്റ് പ്ലാൻസ് അതേപോലെയുള്ള ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ പ്ലാൻസ് തുടങ്ങിയ പ്ലാനുകളിൽ നമ്മളുടെ മെച്യൂരിറ്റി എമൗണ്ട് തീർച്ചയായിട്ടും ടാക്സബിൾ അല്ല. അപ്പം ആ കാര്യങ്ങൾ അതേപോലെ ഇൻഷുറൻസ് പദ്ധതികളിൽ നമുക്ക് സെക്ഷൻ 37 എന്ന് പറയുന്ന ഒരു റൂൾ അതിൽ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ ബേസിക് എമൗണ്ടിൽ യാതൊരു വ്യത്യാസവും അതിൽ വന്നിരിക്കാനിടയില്ല. കാരണം ഇൻഷുറൻസ് കമ്പനി നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്ത് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും ഈ തുകയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പദ്ധതികളെല്ലാം തന്നെ മാർക്കറ്റിൽ നമുക്ക് കുട്ടികൾക്കായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ഏത് തരം പദ്ധതിയാണ് നമ്മളുടെ കുഞ്ഞിന് ഏറ്റവും അനുയോജ്യം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അത്തരം പദ്ധതികളിൽ ചേരാം. അപ്പോൾ ഇത്തരം പദ്ധതികളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ